welcome to the show. പീഡിയാട്രിക് ഡെന്റിസ്ട്രിയിൽ ഡെന്റൽ ട്രോമ മാനേജ്മെൻറ്റിന് എന്ത് റെലവൻസ് ആണുള്ളത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണത്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു കാര്യമാണോ അത്? ഡെന്റൽ ട്രോമ ഇറ്റ്സെൽഫ് ഇസ് എൻ എമർജൻസി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് വീണ് മുമ്പിലത്തെ പല്ല് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ബെസ്റ്റ് പ്രോഗ്നോസിസ് കിട്ടുള്ളൂ. പ്രൈമറി ടീത്ത് ആണെങ്കിലും പെർമനൻറ്റ് ടീത്ത് ആണെങ്കിലും മുമ്പിലത്തെ പല്ലുകളാണ് ആദ്യം എഫക്റ്റഡ് ആവുക. ഈ മുമ്പിലത്തെ പല്ലുകൾ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയും വേഗം ആ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ചിലപ്പോൾ പല്ലുകൾ പൊട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ പല്ലുകൾ ഇളകിയിട്ടുണ്ടാവാം. ഇതെന്താണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ കൊടുത്താൽ അത് ഏറ്റവും നന്നായിട്ട് ഹീൽ ചെയ്യും. പെർമനൻറ്റ് ടീത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 6 വയസ്സാകുമ്പോഴാണ് ഫ്രണ്ടിലത്തെ പല്ലുകൾ വരിക. ആ സമയത്ത് അതിൻ്റെ വേരുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് വീണ് പല്ല് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മെനി ടൈംസ് നമുക്ക് ആ പല്ലുകൾ നഷ്ടപ്പെടും. അതിൻ്റെ വേര് 3 വർഷത്തിന് ശേഷമാണ് ഫുള്ളായിട്ട് ഫോം ചെയ്യുക. മിൽക്ക് ടീത്ത് മുമ്പിലത്തെ പല്ലുകൾ 6 മാസത്തിൽ വരും. കുഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞ് വീണ് മുമ്പിലത്തെ പല്ലുകൾ പൊട്ടാം. അപ്പോഴും ഈ പല്ലുകൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ മുമ്പിലത്തെ പല്ലുകൾ നഷ്ടമായാൽ ആ പല്ലുകൾ പോയി വരുന്നത് 6 വയസ്സിലാണ്. അത്രയും കാലം കുഞ്ഞ് പല്ലില്ലാതെ നടക്കണ്ടേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എമർജൻസി കെയർ തന്നെ നമ്മൾ കൊടുക്കണം, നന്നായി ട്രീറ്റ് ചെയ്യാൻ വേണം. കുട്ടികളിൽ ഈ ഡെന്റൽ ട്രോമ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയാമോ? ചെറിയ കുട്ടികളിൽ, അതായത് പ്രൈമറി ടീത്തുള്ള കുഞ്ഞുങ്ങൾ വീഴാനുള്ള സാധ്യത അവർ നടക്കാൻ പഠിക്കുമ്പോഴാണ് ആദ്യം. അവരുടെ മുമ്പിലത്തെ പല്ലുകൾ ഏകദേശം 6 മാസം ഉള്ളപ്പോഴാണ് വരിക. അത് 6 വയസ്സിലാണ് പോയിട്ട് വരിക. അപ്പോൾ ആ വീഴുന്ന സമയത്ത്, നടക്കാൻ പഠിക്കുന്ന സമയത്താണ് അവർ വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ മേശകളുടെ മൂലകൾ, സ്റ്റെപ്സ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് യൂഷ്വലി അവർ വീഴുക. വീഴുമ്പോൾ പല്ലുകൾ ഇളകാം, പല്ലുകൾ പൊട്ടിപ്പോവാം, പല്ലുകളുടെ ഞരമ്പുള്ള ഭാഗം എക്സ്പോസ്ഡ് ആവാം. ഇങ്ങനെയൊക്കെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പെർമനൻറ്റ് ടീത്തിലാണെങ്കിൽ കൂടുതൽ നമ്മൾ കാണുന്നത് കോൺടാക്ട് സ്പോർട്സ്, കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുമ്പോൾ തല കൂട്ടിയിടിക്കുക, മറിഞ്ഞു വീഴുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെയും പല്ലുകൾ ഇളകാം, പല്ലുകൾ പൊട്ടാം, പല്ലുകൾക്ക് സ്ഥാനചലനം സംഭവിക്കാം, താഴെയുള്ള ബോൺസ് പൊട്ടാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് ഗാർഡ്സ് കൊടുക്കുക അവർക്ക്. മൗത്ത് ഗാർഡ്സ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മൗത്ത് ഗാർഡ്സും കിട്ടും, നമുക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ട് മൗത്ത് ഗാർഡ് ആ കുട്ടിക്ക് ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. സോ മൗത്ത് ഗാർഡ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു നല്ല ഓപ്ഷനാണ്. ഡെന്റൽ ട്രോമ ഒരു കുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെന്തായിരിക്കും ചെയ്യേണ്ടി വരിക? അത് ഡിപ്പെൻഡ് ചെയ്യും എന്ത് ടൈപ്പ് ട്രോമയാണ് ഉണ്ടായെന്നുള്ളതനുസരിച്ച്. പല്ല് ഇളകി വീണ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പല്ലെടുത്ത് അത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ടാപ്പിൻ്റെ അടിയിൽ നിന്ന് കഴുകി അതിനെ പല്ലിലേക്ക് തിരിച്ച് ആ പല്ലിരുന്ന സ്ഥലത്ത് തിരിച്ചുറപ്പിക്കാനാണ് നമ്മൾ പറയുക. ചിലപ്പോൾ അത് പറ്റില്ല എന്ന് വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പച്ചവെള്ളം, ടെൻഡർ കോക്കനട്ട് വാട്ടർ, നോർമൽ സെലൈൻ, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിലിട്ട് അതൊരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ അടുത്ത് എത്തിച്ചാൽ നമുക്കത് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സ് പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കും പേരൻസിനും ടീച്ചേഴ്സിനും, സോ ദാറ്റ് അവർ ആ പല്ല് തപ്പിയെടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ. പക്ഷെ അത് കർച്ചീഫിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ഡ്രൈ ആവുന്ന പോലെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ പ്രോഗ്നോസിസ് പോരായിരിക്കും. ഓരോവർ കുറച്ച് സമയം താമസിച്ചാലും ഈ പല്ലുകൾക്ക് പ്രശ്നം വരാം. അതിന് എക്സ്റ്റേണൽ റിസോപ്ഷൻ എന്ന് പറയും. പുറത്തുനിന്ന് പല്ലുകൾ ദ്രവിക്കും, ചിലപ്പോൾ അത് പല്ലിൻ്റെ എല്ലുമായിട്ട് ഫ്യൂസ്ഡ് ആവും. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എത്രയും വേഗം ആ പല്ല് തിരിച്ച് ആ സോക്കറ്റിൽ എടുത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ആ പല്ല് താഴെയിലൊക്കെയാണ് വീണതെങ്കിൽ അതിനെ ഒന്ന് കഴുകി അതിൻ്റെ മുകളിലുള്ള ഡെബ്രി വേരിൽ തൊടാതെ അതിൻ്റെ മുകളിലുള്ള ഡെബ്രി വൃത്തിയായിട്ട് കഴുകി കളഞ്ഞ് തിരിച്ച് സോക്കറ്റിലേക്ക് കറക്റ്റ് പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ പല്ലുകൾ പൊട്ടുകയോ സ്ഥാനചലനം സംഭവിക്കുകയോ ചെയ്താൽ ഏറ്റവും എമർജൻസി ആയിട്ടൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അവരത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. ആ പൾപ്പ് ചിലപ്പോൾ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. ഡെഡ് ആവാതിരിക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക്. അത് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്നോസിസ് വളരെ നല്ലതായിരിക്കും. ട്രീറ്റ്മെന്റിന്റെ പല രീതികൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? പല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, പല്ലിന്റെ ഉൾഭാഗത്തെ ഞരമ്പുകൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പൊട്ടിയ പല്ലിനെ നമ്മൾ പഴയ ഫോമിലേക്ക് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്റ്റോർ ചെയ്യുക നമ്മൾ പറയുമല്ലോ. അതാണ് ഫസ്റ്റ് തിങ് ടു ഡു. ചിലപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവില്ല, അപ്പോൾ പല്ലിന്റെ എസ്തെറ്റിക്സും ഫംഗ്ഷനും മാത്രം റെസ്റ്റോർ ചെയ്താൽ മതി. ഇനി പല്ലുകൾ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് പല്ലുകൾ മാത്രം, അത് ഉള്ളിലേക്ക് കയറി പോവാം, പുറത്തേക്ക് ഇറങ്ങി വരാം, സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഏത് കണ്ടീഷനിലാണെങ്കിലും പല്ലിനെ നമ്മൾ തിരിച്ച് അതിൻ്റെ ശരിയായ സ്ഥാനത്ത് വെച്ച് അതിനെ സ്പ്ലിൻറ്റ് ചെയ്യും. കുറച്ച് ദിവസം അതിനെ അനങ്ങാതെ വെക്കണം നമ്മൾ.
എന്നാലേ അത് ആ സ്ഥാനത്ത് ഉറയ്ക്കുള്ളൂ. അത് ചെയ്യണം. പ്ലസ് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. നമുക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും, ചിലപ്പോൾ നമുക്ക് സ്പ്ലിൻറ്റിങ് കുറച്ച് കാലം കൂടുതൽ ചെയ്യേണ്ടി വരും, ബോൺ ഹീൽ ചെയ്യാനും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മെയിനായിട്ട് പല്ലിന്റെ അകത്തുള്ള ഞരമ്പുകൾ സേവ് ചെയ്യുക, എസ്തെറ്റിക്സ് ആൻഡ് ഫങ്ഷൻ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അത് ഏറ്റവും എളുപ്പം ചെയ്താൽ ഏറ്റവും നല്ല പ്രോഗ്നോസിസ്, ഹീൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. ഡെന്റൽ ട്രോമ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പല്ല് തന്നെ നഷ്ടപ്പെടാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പല്ല് പുറത്ത് വന്ന ശേഷം എസ്പെഷ്യലി പെർമനന്റ് ടീത്ത് 3 വർഷം കൊണ്ടാണ് അതിന്റെ റൂട്ട് ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതുവരെ ആ സമയത്ത് പല്ല് വീണ് പൊട്ടി പൾപ്പ് എക്സ്പോസ്ഡ് ആയി പൾപ്പ് ഡെഡ് ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്നോസിസ്, ആ പല്ല് നഷ്ടമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, റീജനറേഷനും എപെക്സിഫിക്കേഷനും ഒക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അതിന്റെ പ്രോഗ്നോസിസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പേഷ്യന്റിനോട് ഈ പല്ലിന് ഒരു കുഴപ്പവും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ മുമ്പിലത്തെ പല്ലായതുകൊണ്ട് സംസാരം, പിന്നെ കുഞ്ഞുങ്ങൾ സൈക്കോളജിക്കലി ദേ വിൽ ബി വെരി അൺഹാപ്പി. മുമ്പിലത്തെ പല്ല് പൊട്ടി ആ പല്ലും കൊണ്ട് നടക്കേണ്ടി വരിക, പഴുക്കാം, ഇൻഫെക്ഷൻ വരാം, ആപ്സസ് ഫോം ചെയ്യാം. ആപ്സസ് ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഇതൊരു പ്രോബ്ലമാണ്. അപ്പൊ അതുകൊണ്ട് ബെസ്റ്റ് പ്രോഗ്നോസിസ് ടു സേവ് ദ ടൂത്ത് ഇസ് ടു ട്രീറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇഗ്നോർ ചെയ്യരുത്. ഏറ്റവും ആദ്യം ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ഡെന്റൽ ട്രോമ ഒരു എമർജൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രീറ്റ് ചെയ്യണം. മാം, ഈ പൊട്ടിയ പല്ലുകൾ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ എന്ന് മാം പറഞ്ഞു. അപ്പോൾ പൊട്ടിയ പല്ലിന്റെ ഒരു കഷ്ണമാണ് പൊട്ടിയിട്ടുള്ളത് എങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരണോ? പൊട്ടിയ പല്ലിന്റെ കഷ്ണം നമുക്ക് റീഅറ്റാച്ച് ചെയ്യാം. ഫ്രാഗ്മെന്റ് റീഅറ്റാച്ച്മെന്റ് എന്നാണ് ആ പ്രൊസീജിയറിന് പറയുന്നത്. അത് കോമ്പസിറ്റ് വെച്ച് പല്ലിന്റെ മുകളിൽ റീഅറ്റാച്ച് ചെയ്ത് പല്ലിന്റെ നോർമൽ അനാട്ടമി റെസ്റ്റോർ ചെയ്യാൻ പറ്റും. പല്ലാണ് മുഴുവനായിട്ട് വീണു പോകുന്നെങ്കിലും അത് നമുക്ക് റീഅറ്റാച്ച് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഏർലി അതിനെ പല്ലിന്റെ ഉള്ളിൽ, സോക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ടേക്കപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാം, ഇപ്പോ ഒരു കുട്ടിക്ക് സ്കൂളിൽ വെച്ചൊരു ഇഞ്ചുറി ഉണ്ടാവുകയാണ്. ആ ഇഞ്ചുറി ഉണ്ടായ ടൈമും ആ കുട്ടിക്ക് കുറച്ച് സമയം പ്രൊലോങ്ഡ് ആയിട്ട് ബ്ലീഡ് ചെയ്തു എന്ന് വെക്കാം. ഈ സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. എന്താന്ന് വെച്ചാൽ വീണ സമയം നമ്മൾ അറിയണം. എന്നാലേ നമുക്ക് എത്ര സമയം ആ പല്ല് പുറത്ത് വീണുപോയി എന്ന് വിചാരിച്ചു, ഇളകി വന്നു എന്ന് വിചാരിച്ചു, അത് 15 മിനിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ആ 15 മിനിറ്റ്സിനുള്ളിൽ റീപ്ലേസ് ചെയ്യാം. അപ്പൊ കുറേ സമയം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പ്ലസ് ബ്ലീഡ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബ്ലീഡ് ഫ്രം സോഫ്റ്റ് ടിഷ്യൂ, ഇറ്റ് ക്യാൻ ബ്ലീഡ് ഫ്രം ദ ടൂത്ത്. ടൂത്തിൽ നിന്നാണ് ബ്ലീഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ അർത്ഥം പൾപ്പ് എക്സ്പോസ്ഡ് ആണ് എന്നുള്ളതാണ്. സോഫ്റ്റ് ടിഷ്യൂ ആണെങ്കിൽ അത്ര തന്നെ ഡേഞ്ചറസ് അല്ല, പക്ഷേ പൾപ്പ് എക്സ്പോസ്ഡ് ആണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പൾപ്പിനെ നമ്മൾ ക്യാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കവർ ചെയ്യണം, അല്ലെങ്കിൽ പൾപ്പ് ഇൻഫെക്റ്റഡ് ആവും. വായിലുള്ള സെലൈവയിലുള്ള ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അവിടെ നിന്നുള്ള ബാക്ടീരിയ ഒക്കെ പൾപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾപ്പ് ഡെഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ബ്ലീഡ് നമ്മൾ നോട്ടീസ് ചെയ്യണം, യെസ്. പ്ലസ് വീണ സമയം നോട്ടീസ് ചെയ്താൽ അത് അഡ്വാൻറ്റേജസ് ആണ്. ക്ലിനീഷ്യൻ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. കുട്ടികൾക്ക് ഒരു സെക്കൻഡ് ഹോം തന്നെയാണ് സ്കൂൾ എന്ന് പറയാം. കാരണം വീട്ടിൽ അല്ലാതെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൽ നമ്മളൊരു കുട്ടിയുടെ മെഡിക്കൽ ആൻഡ് ഡെന്റൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്? അത് നമ്മൾ നടപ്പാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? സ്കൂളിൽ ട്രോമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂളിൽ. ചിലപ്പോൾ സ്കൂളിൽ വെച്ച് വീണ് കഴിയുമ്പോൾ കുട്ടിക്ക് അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ഉണ്ടോ, ഒരു കാർഡിയക് ഡിസീസ് ഉണ്ടോ, ഒരു കൺജനൈറ്റൽ കാർഡിയക് ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡയബറ്റീസ് ആണോ, ജൂവനൽ ഡയബറ്റിക് ആണോ എന്നൊക്കെ ഉള്ളത് അറിയുന്നത് നമുക്ക് വളരെ ബെനിഫിഷ്യലാണ്. വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നമുക്ക് ഡെന്റൽ ട്രോമ മാനേജ്മെന്റിൽ എടുക്കാൻ പറ്റും. സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പേരൻസ് ഉണ്ടാവണമെന്നില്ല. ഡെന്റൽ റെക്കോർഡ് സ്കൂളിൽ ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്സ് വേണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലാണ് കുട്ടികൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് ക്യാൻ ആക്ച്വലി oral hygiene and care for teeth. About what we do is we train them. We to go to school, call the parents also, and train them to take care of the teeth and prevent dental diseases from occurring. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ഈ ഡെന്റൽ ട്രോമ മാനേജ്മെന്റ് എന്നുള്ളത് എല്ലാവരും, അതായത് മുതിർന്നവരായിട്ടുള്ള വീട്ടിൽ തന്നെയുള്ളവരായിക്കോട്ടെ, സ്കൂളുകളിലായിക്കോട്ടെ, അതല്ലാതെ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഒരു വഴിയിൽ ഒരു കുട്ടി വീണാൽ പോലും നമ്മൾ എല്ലാവരും സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഡെന്റൽ ട്രോമ മാനേജ്മെന്റ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പല്ല് പൊട്ടിയാൽ ആ പല്ലുമായിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണുക എന്നുള്ളതല്ലാതെ എപ്പോ എങ്ങനെ എന്തെല്ലാം മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പലരിലേക്കും എത്താത്തൊരു കാര്യമാണ്. അത് നമുക്ക് ഇത്രയും ലളിതമായിട്ടും വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും അത് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി മാം. നമ്മുടെ ഷോയിലേക്ക് വന്നതിനും
നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി. നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതിൽ ഡെന്റൽ ട്രോമ മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.